ജനമനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ജനമനസ് പുതിയൊരു അതിഥിയുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. ഇന്ന് ജനമനസ് എത്തിയിട്ടുള്ളത് ഇരിട്ടി മുനിസിപ്പാലിറ്റിയിലാണ്. ഇരിട്ടി മുനിസിപ്പാലിറ്റി 7ാം വാർഡിൽ നിന്ന് ജനവിധി നടന്ന മുസ്ലിം ലീഗ് നേതാവ് അബ്ദുൾ റഷീദിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഇപ്പോൾ റഷീദ് നമ്മുടെ കൂടെയുള്ളത്. ഇരിട്ടി മുനിസിപ്പാലിറ്റി 7ാം വാർഡിൽ നിന്നും ജനവിധി നേടുന്ന റഷീദ് നമ്മുടെ കൂടെയുള്ളത്. അപ്പോൾ റഷീദ് നമ്മുടെ ഏജന്റ് ന്യൂസിൻ്റെ ജനമനസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ സ്ഥാനാർത്ഥിത്വം? ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലാണ്. അപ്പോൾ എന്ത് തോന്നുന്നു നമ്മുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഒരു 2-3 സ്റ്റെപ്പുകൾ ഇപ്പോൾ കടന്നിരിക്കുകയാണ്. നല്ല രീതിയിലുള്ള പ്രതികരണം നമ്മുടെ പ്രിയപ്പെട്ട വോട്ടർമാരിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇതായിരുന്നാലും കഴിഞ്ഞ പ്രാവശ്യം ഈ വാർഡിനെ പ്രതിനിധീകരിച്ചതുകൊണ്ട് എനിക്ക് നല്ല ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയായിട്ട് 2ാം തവണയാണ് മത്സരിക്കുന്നത്. അതെ, തുടർച്ചയായിട്ട് 2ാം തവണയാണ്. ഇപ്രാവശ്യം വാർഡ് വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് അശാസ്ത്രീയമായിട്ടുള്ള ഒരു കൂട്ടിച്ചേർക്കലുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു ശുഭ പ്രതീക്ഷയിൽ തന്നെയാണ്. നല്ല ഭൂരിപക്ഷത്തിന് വിജയിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. അതുപോലെ നമ്മുടെ ടൗൺ ഏരിയയാണ് ഇത്. അപ്പോൾ ടൗൺ ഏരിയ ആകുമ്പോൾ ഒരുപാട് ടൗൺ പ്രദേശത്തിലെ വീടുകളൊക്കെയാണ്. അപ്പോൾ എല്ലാ വീടുകളിലും കയറി നിലവിൽ വോട്ട് അഭ്യർത്ഥിക്കാൻ സാധിച്ചു? തീർച്ചയായിട്ടും എല്ലാ വീടുകളും എനിക്കേറെ സുപരിചിതമാണ്. ആ രീതിയിൽ ആ കാര്യത്തിലൊന്നും ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. എല്ലാ വോട്ടർമാരെയും നേരിട്ട് അറിയുന്നതാണ്. എല്ലാവരുടെ നിന്നും നല്ലൊരു പിന്തുണ ലഭിക്കുന്നുണ്ട്. പ്രവർത്തന മേഖലയിൽ നല്ല സ്മൂത്തായിട്ട് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇലക്ഷനും അതുപോലെ തന്നെ ആ രീതിയിൽ നല്ല രീതിയിൽ പോകുമെന്നാണ് പ്രതീക്ഷ. നമ്മൾ ഇരിട്ടി നഗരപ്രദേശമാണ് ഈ വാർഡ്. അതുപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്ന ഒരു വാർഡും കൂടിയാണ് ടൗൺ കേന്ദ്രീകരിച്ച്. കാരണം മെയിൻ വിഷയം പറയുന്നത് പാർക്കിംഗ് സൗകര്യമാണെങ്കിൽ പോലും മാലിന്യ പ്രശ്നങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ ചെറിയ ചെറിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇങ്ങനെ ഓൺലൈനിലാണെങ്കിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പരിധിവരെ വെല്ലുവിളിയല്ലേ? ശരിക്കും ഗതാഗതക്കുരുക്ക്, താങ്കൾ ആദ്യം പറഞ്ഞ ഗതാഗതക്കുരുക്ക് ഫസ്റ്റ് പറയാം. അതിനെ കുറിച്ച് നമുക്ക് ഇരിട്ടിയിൽ നമ്മളിപ്പോൾ ഒരുപാട് കാലങ്ങളായി ആഗ്രഹിക്കുന്ന അതിന് പരിഹാരമെന്നോണമുള്ള ബൈപ്പാസ് റോഡുകൾ നേരത്തെ ഒരു 30 വർഷം മുന്നേ തന്നെ അതിൻ്റെ ആവശ്യങ്ങളുമായി മുന്നോട്ട് നീങ്ങിയ ആ 2 ബൈപ്പാസ് റോഡുകൾ നമ്മുടെ ഈ കഴിഞ്ഞ കാലയളവിൽ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട്. അതിന് കൂടുതൽ എഫേർട്ട് എടുക്കാൻ സാധിച്ചതിൻ്റെ, അത് പൂർത്തീകരിക്കാൻ സാധിച്ചതിൻ്റെ ഒരു ആത്മസംതൃപ്തിയിലാണ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള വലിയ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് നമ്മുടെ ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ നമുക്ക് പരിഹാരമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിലൊന്ന് നമ്മുടെ പഞ്ചേരി മുക്ക് സ്കൈ ഹോസ്പിറ്റലിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള MS സ്ക്വാഡിൻ്റെ അടുത്ത് സമാപിക്കുന്ന ഒരു ബ്ലോക്ക് ഓഫീസിൻ്റെ ഒരു സൈഡിലോട്ട് പോകുന്ന ബൈപ്പാസ്. രണ്ടാമത് നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും മേലെ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന ഒരു ബൈപ്പാസ്. അത് രണ്ടും നമുക്ക് ഏറെ ഗതാഗതക്കുരുക്കിന് പരിഹാരമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ പറഞ്ഞ പാർക്കിംഗ് സംവിധാനത്തിന് നമ്മൾ ഒരു പ്രൈവറ്റ് വ്യക്തികളുമായിട്ട് അവർ സംസാരിച്ച് അവരുടെ സ്ഥലങ്ങളിൽ തന്നെ മുനിസിപ്പാലിറ്റിൻ്റെ ഒരു അംഗീകാരത്തോടു കൂടി തന്നെ പാർക്കിംഗ് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ടും അത് പരിഹരിച്ച് എന്ന് നമുക്ക് അവകാശപ്പെടാൻ സാധിക്കില്ല. എന്നിരുന്നാലും ഇനി തുടർന്നുള്ള പ്രവർത്തനങ്ങൾ അത് പൂർണ്ണമായും പരിഹരിക്കുന്ന ഒരു രീതിയിൽ ഒക്കെയാണ് തുടർന്നുള്ള പ്രവർത്തനങ്ങൾ നീങ്ങുന്നത്. മുനിസിപ്പാലിറ്റി രൂപീകരിച്ചപ്പോൾ 3ാമത്തെ ടേമാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വരുന്നത്. ഇപ്പോൾ ആദ്യ ടേം ചെറിയൊരു വ്യത്യാസത്തിലാണ് ഭരണം നഷ്ടപ്പെട്ടത്. കഴിഞ്ഞ തവണയാണെങ്കിൽ ഇപ്പോൾ അല്പം സീറ്റുകളിൽ കുറവാണ്. അപ്പോൾ ഇത്തവണ എങ്ങനെയാണ് പ്രതീക്ഷ? ഇപ്രാവശ്യം UDFന് ഇരിട്ടി മുനിസിപ്പാലിറ്റിയിൽ ശുഭപ്രതീക്ഷയാണ്. കാരണം എല്ലായ്പ്പോഴും ഇരിട്ടി കുറിച്ചാവശ്ശേരി പഞ്ചായത്തായപ്പോൾ കൂടുതലും UDFൻ്റെ ഭരണമാണ് ഇവിടെ നിലനിന്നിരുന്നത്. പിന്നീട് മുനിസിപ്പാലിറ്റി ആയപ്പോൾ ചെറിയൊരു പോരായ്മ കാരണം നമുക്ക് ഭരണത്തിൽ എത്താതെ പോയി. എന്നിരുന്നാലും ഭരിച്ച പാർട്ടിക്ക് ഒരു കേവല ഭൂരിപക്ഷം ഇവിടെ ഉണ്ടായിട്ടില്ല. LDFനെ സംബന്ധിച്ചിടത്തോളം 2 പ്രാവശ്യം കേവല ഭൂരിപക്ഷം ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ഇവിടെ ഭരണം കൊണ്ടുപോയത്. ഇനി നമ്മളേറെ ശുഭപ്രതീക്ഷയിലാണ്. കാരണം ജനങ്ങളെ ദ്രോഹിക്കുന്ന നിലപാടുകളുമായിട്ടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരും അതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെ ആ നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നുള്ള ഒരു കടമ മാത്രമേ തദ്ദേശ സ്ഥാപനങ്ങൾ വഹിക്കുന്നുള്ളൂ.
കാരണം ടാക്സുകൾ അമിതമായിട്ട് കൂട്ടുക, അതുപോലെ തന്നെ വീടിനുള്ള പെർമിറ്റ് ഫീ കാര്യങ്ങൾ. ഒരു വീട് സാധാരണക്കാരൻ വീടെടുക്കുമ്പോൾ അത് സാധാരണ ഇതിൽ ഒരു സാധാരണ വീടിൻ്റെ പെർമിറ്റ് ഫീ ഒരു 1000-1500 റുപ്യ ആയിരുന്നത് ഇപ്പോൾ അത് നേരെ 13,500 ആ റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുനിസിപ്പാലിറ്റിയിൽ വന്ന് വളരെ വിഷമിച്ച് പോകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് അവരുടെ കുടുംബത്തിൽ അവർ പങ്കുവയ്ക്കുക. അങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ ഇപ്പോൾ ഈ ഒരു ഭരണം മാറണം എന്നുള്ള അടിസ്ഥാനത്തിൽ UDF കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അനുകൂലമായുള്ള ഒരു സാഹചര്യം എന്തായാലും നമ്മൾ അത് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന തരത്തിൽ UDF വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി UDF അധികാരത്തിൽ എത്തുവാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. നമ്മുടെ ഇരിട്ടിയുടെ ഒരു ഐഡൻറ്റിറ്റി തന്നെയാണ് നമ്മുടെ ഒരു പാലമുണ്ട്, മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ളതാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർ പണിതൊരു പാലം. അപ്പോൾ ഈയിടക്കൊരു അപകടം അവിടെ ഉണ്ടായിട്ടുണ്ട് ബസ്. അപ്പോൾ അങ്ങനെ രീതിയിൽ ജനങ്ങൾക്കിടയിൽ വരുന്നൊരു സംസാര വിഷയം അതൊരു സംരക്ഷിച്ച് പോകുന്നില്ല എന്നുള്ളൊരു വിമർശനം വരുന്നുണ്ട്. അപ്പോൾ ഈ വാർഡ് പ്രതിനിധീകരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മുൻ മെമ്പർ എന്ന രീതിയിൽ അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും നമുക്കറിയാം ഇരിട്ടി പാലത്തിൽ ഇതിനിടെ ഒരു വാഹനം അപകടം ഉണ്ടാവുകയും അതവിടെ അത് ബ്ലോക്ക് ചെയ്തതിന് ശേഷം ജനങ്ങൾ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു. ടൗൺ ബ്ലോക്ക് ആകുന്നുണ്ട്, അതുവഴിയുള്ള വാഹനം കടത്തിവിടണമെന്ന്. ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് വലിയ വാഹനങ്ങൾ കടത്തിവിടാതെ തന്നെ അതിനൊരു സ്റ്റോപ്പേജ് കൊടുത്ത് ചെറിയ വാഹനങ്ങൾ കടത്തിവിടാനുള്ളൊരു സംവിധാനം ആക്കുന്നുണ്ട്. അപ്പോൾ എന്നാൽ അത് ആ രീതിയിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം പ്രകടന പത്രികയിൽ ഉൾപ്പെടെ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരു പൈതൃകമായിട്ട് തന്നെ ഇരിട്ടി ആ പാലം സംരക്ഷിക്കുവാനുള്ള ഒരു ഇടപെടൽ ഉണ്ടാവും. മുനിസിപ്പാലിറ്റിൻ്റെ കീഴിലല്ല PWD കൂടി ഇതിൻ്റെ ഒരു ആശയവിനിമയം നടത്തിക്കൊണ്ട് ആ കാര്യത്തിൽ പൂർണ്ണമായും പ്രവർത്തിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്, അതുപോലെ ഒരുപാട് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഫാമിലി സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്? പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ ഒരു സ്ഥാനാർത്ഥിയൊക്കെ ആണെങ്കിൽ നല്ല സപ്പോർട്ടാണോ ഫാമിലി? അക്കാര്യത്തിൽ നല്ല സപ്പോർട്ട് ഇല്ലായൊന്നുമില്ല. പൊതുപ്രവർത്തന രംഗത്ത് ചെറുപ്പം മുതൽ തന്നെ പ്രവർത്തിച്ചതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു പ്രതിനിധി ആയപ്പോഴും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വീട്ടുകാര്യങ്ങളും അതുപോലെ തന്നെ കൂടെ പൊതുകാര്യങ്ങൾക്കൊക്കെ മുൻഗണന നൽകിക്കൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. എവിടെയും ഒരു പോരായ്മ സംഭവിച്ചിട്ടില്ല ഇതുവരെയും. അതുതന്നെയാണ് ഈ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമുക്ക് ഒരു പിന്തുണയായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ വോട്ടർമാരോട് പറയാനുള്ളത്? ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇനി 2-3 ദിവസം കൂടിയേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഈ സമയത്ത് നമ്മുടെ വോട്ടർമാരോട് പങ്കുവെച്ച് ആദ്യമായിട്ട് UDF എല്ലാ വാർഡുകളിലും വോട്ടുകൾ ചെയ്ത് വിജയിപ്പിക്കുക എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ജനങ്ങൾക്കുള്ളതിന് നമ്മൾ വ്യക്തമായിട്ട് ഒരു പ്രകടന പത്രിക ഒക്കെ പുറത്തിറക്കിയിട്ടുണ്ട്. UDF ആഭിമുഖ്യത്തിൽ UDF മുനിസിപ്പൽ കമ്മിറ്റിയുടെ യുവജന വോട്ടർമാരും സ്ത്രീ വോട്ടർമാരൊക്കെയാണ് കൂടുതൽ. അപ്പോൾ നമ്മുടെ ഈ പ്രകടന പത്രികയിൽ അവർക്കൊക്കെ നല്ല മുൻഗണന, കാരണം അവരുടെ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും യുവജന വോട്ടർമാരും സ്ത്രീ വോട്ടർമാരൊക്കെ ഉണ്ട്. അവരൊക്കെ പരിഗണിച്ചിട്ട് തന്നെയാണ് തീർച്ചയായിട്ടും അത് പരിഗണിച്ച് തന്നെയാണ് പ്രകടന പത്രിക പുറത്തിറക്കിയിട്ടുള്ളത്. യുവജന വോട്ടർമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു അടിസ്ഥാനപരമായിട്ടൊരു സ്റ്റേഡിയം ഇല്ല. അപ്പോൾ എല്ലാ വാർഡ് തലത്തിലും ഒരു പ്രാദേശികമായിട്ട് സ്റ്റേഡിയം പൊതു പങ്കാളിത്തത്തോടു കൂടിയാലും സ്റ്റേഡിയം കളിക്കുവാനുള്ള കളിക്കളം നിർമ്മിക്കുമെന്നാണ് ഞങ്ങളുടെ ഒരു വാഗ്ദാനത്തിൽപ്പെടുന്നതാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്കാണെങ്കിൽ ഇവിടെ ഷീ ലോഡ്ജ് നേരത്തെ നഗരസഭാ പദ്ധതിയിൽ പെടുത്താമെന്ന് പറഞ്ഞെങ്കിൽ അത് പ്രാവർത്തികമായിട്ടില്ല. അപ്പോൾ ഷീ ലോഡ്ജ് നിർബന്ധമായിട്ടും നമ്മൾ സ്ഥാപിക്കും. അതുപോലെ തന്നെ പൊതു ഇടങ്ങളിൽ കായിക വിനോദത്തിനാവശ്യമായിട്ടുള്ള ജിംനാസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പൊതു ഇടങ്ങളിലും ഒക്കെ സ്ഥാപിക്കും. അങ്ങനെയുള്ള ഒരുപാട് പദ്ധതികളൊക്കെ നടപ്പിലാക്കാൻ തന്നെയാണ് UDF ആഭിമുഖ്യത്തിൽ. അപ്പോൾ വളരെ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് നമ്മുടെ ബഷീരൊക്കെ ഉള്ളത്. നമ്മൾ ഈ മെയിൻ ടൗണാണ്, അപ്പോൾ ഒരുപാട് ടൗൺ ജംഗ്ഷനും കൂടിയുള്ള ഒരു വാർഡാണ്. അപ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങളാണ് നമ്മുടെ ടൗണിൽ ഇനി വരേണ്ടത്? എന്തൊക്കെ വികസനങ്ങളാണ് ഇനി കൊണ്ടുവരേണ്ടത്? ടൗണിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. നമ്മുടെ പ്രത്യേകിച്ചും നമ്മുടെ ബസ് സ്റ്റാൻഡാണ്. നേരത്തെ കുറഞ്ഞ ബസ്സുകൾ മാത്രമേ ഉള്ളപ്പോൾ സ്ഥാപിച്ച ഒരു ബസ് സ്റ്റാൻഡാണ് നമുക്കുള്ളത്. അതിനൊന്ന് വിലയിരുത്തുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് എന്തായാലും മുൻതൂക്കം നൽകും. അതുപോലെ തന്നെ നമുക്കറിയാം ടൗണിൽ ഒരു പൊതു മാർക്കറ്റ് സംവിധാനം ഇല്ല. മാർക്കറ്റ് സംവിധാനം ഇല്ലാത്തത് തന്നെ ഒരു ടൗണിൻ്റെ ഒരു വലിയ പോരായ്മയാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും, അതിന് പ്രവർത്തിക്കും. അതുപോലെ തന്നെ ആധുനിക രീതിയിലുള്ള മാലിന്യ സംസ്കരണ രീതി നമ്മുടെ ഡ്രഞ്ചിങ് ഗ്രൗണ്ടിലായിട്ടുള്ള അത്തിത്തട്ടിൽ പോലുമില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യത്തിനായി UDF മുൻതൂക്കം നൽകിയിട്ടുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുമെന്നാണ് കുറിച്ച് പറയാൻ.
അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് മുസ്ലിം ലീഗ് നേതാവും UDFൻ്റെ 7ാം വാർഡ് സ്ഥാനാർത്ഥിയുള്ള അബ്ദുൾ റഷീദ്ക്കയാണ്. അപ്പോൾ റഷീദ്ക്ക തങ്ങളുടെ വിശേഷമാണ് നമ്മോടൊപ്പം പങ്കുവച്ചത്. റഷീദ് എല്ലാവിധ വിജയാശംസകളും നൽകുകയാണ് ഏജൻസി. താങ്ക് യു. അപ്പോൾ ഏജാൻ ന്യൂസിന് വേണ്ടി ക്യാമറമാൻ നവീനൊപ്പം അഫ്ല്.